വിജുകുട്ടാ, മണിക്കുട്ടാ, അപ്പൊ പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. പുതിയൊരു ഡേ തുടങ്ങുകയാണ്. ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് പൊളിച്ചാലോ? പൊളിക്കണം. നമുക്ക് പൊളിക്കണതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായും. അപ്പൊ നമ്മുടെ ഓഡിയൻസ് എവിടെ നിന്നാണ്? പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ്. പൊന്നാനിയിലെ ചങ്ങരംകുളം അതേപോലെ എരമംഗലുള്ള സുഹൃത്തുക്കളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് ഐശ്വര്യമായിട്ട് കിടക്കാം അല്ലേ മണിക്കുട്ടാ? അതെ. ബിജുക്കുട്ടാ, ഓക്കെ, പൊളിച്ചാലോ? പൊളിക്കാം. മനോജ് വലഞ്ചുഴി, സെൽവൻ ആൻഡ് സുമി. വീടിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? രണ്ട് സൈഡിൽ കൂടെ സ്റ്റെയർ പറഞ്ഞു പണിയിപ്പിച്ചതാ, ഒന്നും നോക്കിയില്ല. എല്ലാ ജനാലകൾ സൂപ്പർ ആയിട്ടുണ്ട്. കിട്ടില്ല വീടല്ലയോ? പറച്ചിൽ കേട്ടാ തോന്നുന്നു ഇത് എന്റെ വീടാണ്. എന്റെ വീടല്ല, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. പക്ഷെ ഈ വീട് ഞാൻ ഒരിക്കൽ സ്വന്തമാക്കുക, അതിനുള്ള എല്ലാ വേലയും ഞാൻ ഒപ്പിക്കുന്നു. ഓ, എനിക്ക് വയ്യ എന്റെ ദൈവമേ. ഞങ്ങളുടെ സാറിന്റെ വീടാ കേട്ടോ. പുള്ളി എന്നാ ഭയങ്കര പണക്കാരനാ. കുടുംബവും കുട്ടികളൊന്നുമില്ല, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം തൂത്ത് തുടയ്ക്കണം. ആരെ കൊണ്ടാവും ഈ മുറി മൊത്തം തൂത്ത് തുടയ്ക്കണം? മേൽവശത്തൊന്നും ഞാൻ കേറിയിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെ മേൽവശത്തോട്ട് കയറും? ഒരുമാതിരി ഗ്രൂപ്പിന് പളനിക്ക് പോയിട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പ്രാവും ഇങ്ങനെ ഇരുന്ന് അങ്ങ് പേടിപ്പിക്കുവാണ്. എന്നിട്ട് പറയുന്നതോ സമാധാനത്തിന്റെ പ്രതീകമാണ് പ്രാവെന്ന്. ഓ, പൈസ ഉണ്ടെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സിമെന്റും മണ്ണും മേടിച്ച് ഇതുപോലെ ചെയ്തു വെക്കാവോ? മനുഷ്യന്റെ നടു കളയാനായിട്ട്. സന്ധ്യേ, വേലക്കാരി സന്ധ്യേ. ഞാൻ അറിഞ്ഞില്ല സാറ് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്താ വിളിച്ചത്? എനിക്ക് കുറച്ച് വെള്ളം എന്താ കുടിക്കാൻ? തണുത്തത് വേണോ ചൂടുള്ള വെള്ളം വേണോ? തണുത്ത വെള്ളം മതി. അല്ല, തിളപ്പിച്ചെടുക്കട്ടെ? അതെന്തിനാ? നിന്റെ മുഖത്തടിക്കാൻ. എനിക്കവിടുന്ന് ചുമ്മാ ഒരുമാതിരി പുറപ്പണിക്കാരനാ. ഞാൻ അകത്തെ വേല നോക്കും, പുറത്ത് വന്നേക്കുവാ കണ്ടാ. പാലിയാച്ചിന് ഗിഫ്റ്റിയോ കിട്ടിയ മാതിരി സാറിന്റെ ഗൗൺ എടുത്തിട്ടാണ് ആരാ പറഞ്ഞത്? എനിക്കറിയാം, ഞാൻ ഒരിക്കലും പണക്കാരനാവത്തില്ല, മുതലാളിയാവത്തില്ല. നഗരമില്ലാത്തപ്പോ ഞാൻ ഡമ്മി കളിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. എനിക്ക് ആഗ്രഹമില്ല. കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ. പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നു. ഓ, ഇന്നും അരിപ്പൊടി ആവി കയറ്റി വെച്ചേക്കാം നെഞ്ച് പൊളിപ്പിക്കാൻ വേണ്ടി. ഇവിടെ വേണമെങ്കിൽ പോയി എടുത്ത് വെച്ചില്ല. എനിക്ക് ഇവിടെ സാർ എന്തുമാത്രം സാധനം ഇവിടെ ഈ വാങ്ങിച്ച് ഇവിടെ അടുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് പണക്കാരാവുമ്പം അങ്ങനെ പല സാധനങ്ങളും മേടിച്ചോണ്ട് വരും. അതുകൊണ്ട് അതവിടെ ടൂണ 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 ടൂണിങ് കൈ വെച്ചിട്ട് മതി. അതല്ലെന്ന് 10-25 വർഷം പഴക്കമുള്ള ടൂണ മീനില്ലേ, ചൂര, അത് സാർ ആദ്യം വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പുഴുങ്ങി തടി തിന്നാടി. എടാ, എനിക്ക് അതൊന്നും വെക്കാൻ അറിയത്തില്ല. ഈ പുള്ളി വിദേശത്തൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചോണ്ട് വരും കേട്ടോ. അതെല്ലാം ഞാൻ സൂക്ഷിച്ച് അലമാരി കയറ്റി വെക്കുവാ. ചീത്തയാകുമ്പോ എടുത്ത് കളയും. അല്ലാതെ പിന്നെ എനിക്ക് അറിയത്തില്ല ഇത് വെക്കാന്. നീ ഞങ്ങളുടെ വല്യമ്മയുടെ കൂട്ടാത്തലോടി ഒന്നും അറിയത്തില്ല വെക്ക്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോ വല്യമ്മയ്ക്ക് ഇച്ചിരി അൽഫാം മാറ്റിട്ട് കൊടുത്തു. പ്രായമുള്ളവരല്ലോ തിന്നോട്ടെന്ന് വിചാരിച്ചല്ല, അൽഫാമും മയണൈസും കൊണ്ട് കൊടുത്തു. ഈ അമ്മൂമ്മയാണെങ്കിൽ ഈ ചിക്കനെല്ലാം തിന്ന് തീർത്തിട്ട് കയ്യും കാലും കഴുകിട്ട് തിണ്ണക്കോട്ട് ഇരുന്നിട്ടൊരു വെറ്റല എടുത്തിട്ട് ആ മയോണൈസ് അതേ തേച്ചിട്ട് എന്നോട് പറയാം, കിടക്കൻ ചുണ്ണാമ്പ മോനെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് ഡപ്പക്കകത്ത് വെച്ച് കയ്യിലിരുന്നത് പിറ്റേലും തേച്ച് വെച്ചു. അതുപോലെ നീ. നിന്നോട് സാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ പടിയിലേ നിൽക്കാവുള്ളൂ. നീ എന്താ നീ പെരക്കകത്തോട്ട് കയറി വന്നത്? ആ സാറില്ലാത്തോണ്ട് കയറി വന്നില്ലൊരു. ഏടാ, നീ ഔട്ട് ഹൗസിലല്ലേ കിടക്കുന്നത്? ആ വെട്ട് ഹൗസ് ചത്തുപോയ പട്ടിയുടെ കൂട്ടിന് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് അന്ന് കിടന്നാ ഔട്ട് ഹൗസ്. ഇന്നലെ കണ്ടില്ല, അതുകൊണ്ടാ ഞാൻ ചോദിച്ചതെന്ന്. ഞാൻ നേരെ സാറിന്റെ മുറിയിലാ കിടന്നേ. അയ്യോ, നീ അവിടെ കിടക്കണോ? കിടക്കണം നല്ല സ്പ്രിംഗ് മത്തയാ. ഒറ്റ കുന്തളിപ്പിന് 3 കുന്തളിപ്പ് ഫ്രീ ആണല്ലോ. ചുമ്മാ സാറ് വന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞേക്കാം. സാറ് കണ്ടുപിടിക്കത്തൊന്നുമില്ല. ഞാനത് ആ ചുളുക്കെല്ലാം മാറ്റി തേച്ച് റെഡിയാക്കി ഒരാൾ കിടന്നു പോലും പറഞ്ഞില്ല. അതുപോലെ കംപ്ലൈന്റ് എടുത്തോ? കമ്പിളി എടുത്ത് പൊതച്ചടി. സത്യം പറഞ്ഞ കമ്പിളി എടുത്ത് പൊതച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്നറിയാവോ? എന്തുവാ? ഒരിക്കലും നേരം വെളുക്കല്ലേ. എന്തോ സുഖമോ അയ്യോക്കൊക്കെ എന്തോ കാശാടി. ഇത് കണ്ടോ സാറ് പൊക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. പൊക്കും നിന്നെ. പൊക്കത്തില്ല, ഞാൻ ക്ലിയർ ആക്കി ഇട്ടേക്കുവാ. സത്യം പറഞ്ഞ് ഞങ്ങളുടെ സാറാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോറ്റാൻ ഭാഷ പോലും അറിയാത്ത ഒരു നാട്ടിൽ പോയി ഉറക്കോ ഊണും കളഞ്ഞിട്ട് കഷ്ടപ്പെടുക. നീ കൂടുതൽ സപ്പോർട്ട് ചെയ്യില്ല. നീ എങ്ങനെയും അങ്ങനെ വളച്ച് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം. ഞാൻ ചോദിച്ച ആൾക്കാർ തരത്തില്ലല്ലോ. നീ എങ്ങനെ പൈസ ചോദിക്കുന്നത്? എനിക്ക് പൈസ ആവശ്യമുണ്ട്, മര്യാദ തരാൻ പറയും. ഇതാണ് പൈസ തരത്തിലുള്ള ജോലിന്ന് പറഞ്ഞു വിടും. എടാ, ഈ പൈസയൊക്കെ മേടിക്കാൻ ഒരു നേക്കുണ്ട്. ഇപ്പൊ സാറില്ലല്ലോ, തൽക്കാലം നീ സാറാവ്. ഓ, മനസ്സിലങ്ങ് വെച്ചാ മതി, അങ്ങ് അഭിനയിക്കണ്ട അങ്ങ്. അപ്പൊ ഞാൻ സാറിനോട് പൈസ ചോദിക്കുന്ന വിധം നീ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം സാറിങ്ങോട്ട് വരുന്നു. ഈ പ്രസന്നിച്ച് നിൽക്കുന്ന നമ്മുടെ മുഖം ഇല വാടുന്ന പോലെ അങ്ങാക്കണം. 2 സെക്കൻഡ് സൈലന്റാ. സാർ പലതും പറയും, അനങ്ങരുത്.
എന്താ സദ്യ? മനസ്സറിയാതെ നീ ചോദിച്ചു കേട്ടോ എന്തുവാ സന്ധ്യ? അത് ലോക്ക. കണ്ടിന്യൂ. എന്താ സദ്യ? കരയണോടാ. കരയണോ? വേദനിച്ച് കരയണം. അതങ്ങനെ കരയുന്ന എങ്ങനാ? പെട്ടെന്ന് കരയുന്ന എങ്ങനാ? ഈ കൈയും കൊണ്ട് ഈ വിരളെ നുള്ളണം. നല്ല പോലെ അങ്ങ് നുള്ളണം. നിനക്ക് വേദനിക്കത്തില്ലയോ? പിന്നെ ചില സമയത്ത് ഈ കൈ കൈന്നിട്ട് അഭിനയിക്കും. ദോ വേദനയാന്ന് പറയും. ഇവിടത്തിലടാ. എന്നിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞ് പൈസ മേടിക്കണം. പൈസ ഇടയ്ക്ക് കേൾക്കുള്ളൂ. ബാക്കിയുള്ള മാറ്റർ വിഴുങ്ങി പോയാലും കുഴപ്പമില്ല. നോക്കണം സാറേ, പൈസ ഭയങ്കര ബുദ്ധിമുട്ടാ. കുറച്ച് പൈസ രൊക്കം പൈസ അതൊക്കെ ഒരു അല്ലാതെ എനിക്ക് പൈസ തരണം ഞാൻ ഇവിടെ താളാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോടും. ഞാനും അങ്ങനെ കാണിക്കൂടി. ഞാനും അങ്ങനെ സാർ വരുമ്പോ കാണിക്കും. കാണിച്ചേ. പുറത്തൊരെണ്ണം ഉണ്ട് അവിടെ പോകാൻ ഈ എക്സ്പ്രഷൻ നിന്നെ പറഞ്ഞു വിടും. അങ്ങനല്ല കാണിക്കുന്നത്. വരുമോ? പുള്ളി വരുമെന്ന് ഫോൺ വന്നായിരുന്നു. അതും അങ്ങനെ പറയുന്നേ. എനിക്ക് വയ്യ. അതും അങ്ങനെ പറയുന്നത് എന്തോ? അത് നീ എന്തോ അങ്ങനെ ഒരു അർത്ഥം വെച്ച് പറയുന്നത്? എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു? നീ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ നീ എന്തോ പറയുന്നത്? നീ എന്റെ കൂടെ ഒത്തു നിന്നാലേ നമുക്കൊരു കളി കളിക്കാം. ഒത്തു നിന്നാലല്ലയോ? ഒട്ടി നിക്കണ്ട. അതല്ലേ പറഞ്ഞേ. നമുക്ക് അയാളെ കൊല്ലാം. നീ സാറിനെ കൊല്ലും. സാറിനെ കാണുമ്പോ ഇവന്റെ പല്ല് വരെ വിറക്കും. എന്നിട്ട് അവൻ പറഞ്ഞിട്ട് ഞാൻ കൊല്ലും. പൊളമണിക്കാരനായ നീ എന്താ ഇവിടെ? പത്രം വന്നായിരുന്നു അകത്തോട്ട് നോക്കാം. എങ്ങനെ? പത്രം പൂച്ച വന്ന് പത്രം എടുത്തുണ്ടോ? എന്താ പൂച്ച ലോട്ടറി റിസൾട്ട് നോക്കാനാ പൂച്ചക്ക്? അതിന്റെ ആവശ്യം എന്തോന്ന്? മോർസംഗം കഴിഞ്ഞ എന്നാ കാര്യം പറ. ആഹാരം വന്ന് ചോദിച്ചാ സാറേ ഞാൻ പറഞ്ഞു തരാമെന്ന് അങ്ങനെ കയറിയതാ. നിനക്ക് പുറത്ത് ആഹാരം കിട്ടിയ പോലെ ഞാൻ പുറത്ത് നിന്നപ്പോഴേ ഭയങ്കര ചൂട്. ഞാൻ അകത്ത് കയറിയപ്പോ ഇവിടെ എന്നോട് ചൂടായി. ഇപ്പൊ സാറ് ചൂടാവുന്നു. ഇതിനെക്കാളും ഈസി ചൂടായിരുന്നു അവിടെ കിടന്നു. അവിടെ നിന്നാ മതിയായിരുന്നു. എടാ ഇന്ത് ചൂടാ നീ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം അകത്ത് ഒരു കരച്ചിൽ കേട്ടു. ഇതുപോലെ കരച്ചിൽ കേട്ടു. ഞാൻ ഇവിടെ വന്ന് ഇവളോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേട്ടത്, ആരാ കരഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു ഉത്തരം പറഞ്ഞു. അത് ഏത് ഉത്തരം സാറിന് പറയാം? നിന്റെ കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കുമല്ലേ ഞാൻ? ഞാനത് പറയേണ്ട കാര്യം എന്തോ? ബുദ്ധിമുട്ട സാറ് പൈസ ശ്വാസം വന്നു സാറേ. ഇത് ഞരക്കത്തിനുള്ളത് വെച്ചേക്ക്. നീ ഞരക്കം പോലും കേൾക്കണ്ട. കരിഞ്ഞ പൈസ കൊടുക്കാൻ ഇറങ്ങണ വീട്ടിൽ. അല്ല സാറ് പറഞ്ഞു ഒരു ജോലിയും ചെയ്തിട്ടില്ല കേട്ടോ. വണ്ടി കഴിവിട്ടില്ലടാ. വണ്ടി കഴുകുക എപ്പോഴും കഴിയും. എപ്പോഴും വണ്ടി ഞാൻ കഴിയും. എപ്പോഴും കഴിവിട്ട് എപ്പോഴും കഴിയാ വണ്ടി തീർന്നു പോകൂലോ. കഴുകുന്ന എപ്പോഴും ഞാൻ എവിടെ കഴിവിട്ടാ കഴിയാറ്. എന്നിട്ടാണ് മോട്ടർ നിന്റെ രണ്ട് കാൽപ്പാട്. അത് ഞാൻ അതിന്റെ പുറത്ത് കയറിയുന്ന കഴിയുക. പുറത്ത് കയറിയുന്ന കഴിയും. ഇയാൾ വലിയ വണ്ടി തന്നെ വാങ്ങിച്ചേ. ഒന്നുമില്ല. അതല്ല എന്തോ പറഞ്ഞാ? അല്ല ഞാൻ ഒന്ന് പറയാം. ചെടിക്ക് വെള്ളം ഒഴിച്ചോ? ഒഴിച്ചായിരുന്നു. വെള്ളം ഒഴിച്ചായിരുന്നു. എവിടെ ഒഴിച്ചോ? ചെടിയുടെ മൂട്ടിൽ ഞാൻ ഒഴിച്ചു. ചെടി പിഴുത് പോയിട്ടുണ്ട്. സാറ് പോയി നോക്കാക്കോട്ടെ. 25,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ചെടി പിഴുത് കളയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചത്. നീ വെള്ളം ഒഴിക്കേണ്ട കാര്യം എന്തോടാ? അങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത്. നീ മേലാ ചെയ്യരുത് കേട്ടോ. പൈസ കൊടുത്താൽ ചെടി കിട്ടും, ചെവി കിട്ടത്തില്ല. അപ്പൊ ഇതായിരുന്നു ഞാൻ പോയ സമയത്തിരുന്ന് പ്ലാൻ ചെയ്ത കൗണ്ടർ അല്ലേ? ഈ ബംഗ്ലാവിൽ ഇരുന്ന് പ്ലാൻ ചെയ്ത കൗണ്ടർ ഇതായിരുന്നു. ചെവി അല്ലേ? ഇത് വെച്ചാണല്ലേ? അത് മാത്രമോ സാറേ? സാറ് മറ്റേ ഇല്ലേ പ്രഭാകരൻ തമ്പിയുടെ വീട്ടിൽ പൈസ പറഞ്ഞു വിട്ടില്ലായിരുന്നു? അതിനും പോയിട്ടില്ല. പൈസ മേടിക്കാൻ പോയില്ലേ അവിടെ? എന്താ പോത്തെ? സ്ഥലം അറിയത്തില്ലായിരുന്നു. സ്ഥലം എന്താ സ്ഥലം? എന്താ സ്ഥലം? സ്ഥലം അറിയത്തില്ലായിരുന്നു. എടാ അതെന്തുവാടാ സ്ഥലം? എന്തുവാടാ പ്രോപ്പർ
സ്ഥലം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതിനാണ് എത്രയും അടിച്ച പ്രോപ്പർ സ്ഥലം അതങ്ങനെ മണിയുടെ അവിടെ പോയി മേടിക്കണം. സാറേ അച്ഛനെ പയ്യാതെ കിടക്കുവോ, ഞങ്ങളുടെ ഓടൊക്കെ പൊട്ടിക്കിടക്കുവോ സാറ്? അല്ല സാറ് സത്യമായിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഓടൊന്നും പോയി ഓട് പൊട്ടിയതൊന്നുമല്ല. പിന്നെ ഇവരച്ഛൻ ചുമ്മാ പണിക്ക് പോവാ, അത് വീട്ടിൽ തന്നെ ഇരിക്കുവാ. എന്നിട്ട് ഇവര് അമ്മ പറഞ്ഞു ചേട്ടാ മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കാനെന്ന്. നമ്മൾ സാധാരണക്കാർ കഥവ് തുറന്ന് നോക്കും മഴ പെയ്യുന്നുണ്ടോന്ന്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള മടി കാരണം കട്ടിലേക്ക് എറിയുന്ന ഓട് പൊക്കി നോക്കും ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ആ മഴ ഞാൻ ബാക്കി വീഴുന്നത് നിങ്ങളെ പറ്റി സാറിനെ പറ്റി പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാനല്ല കള്ളം പറയുന്നത്, അവനാ കള്ളം പറയുന്നത്. സത്യം സാറാണ് സത്യം, അവനാ കള്ളം പറയുന്നത്, അവനാ കള്ളം പറയുന്നത്. എന്നെ പറ്റി പറഞ്ഞിട്ട് സാർ അത് വിശ്വസിച്ച് വരുമ്പോ സാർ എന്നെ പറഞ്ഞു വിടുമല്ലോ, അതിന്റെ പരിപാടി അത്. അങ്ങനെ അവള് പറഞ്ഞ കേട്ട് നിന്നെ പറഞ്ഞുവിടാൻ നിൽക്കുമല്ലോ ഞാൻ. അത് കട്ടടി അല്ലാതെ നിന്നെ പറഞ്ഞുവിടാനുള്ള പ്ലാനില്ല. നീ എന്തോ കാണിക്കുന്നത്? നീ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? അല്ല സാറേ ഞാൻ ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ സാറേ, സാറിന്റെ പൈസ വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടായതുകൊണ്ടാ സാറേ, സാറിനോടുള്ള സ്നേഹം കൊണ്ടാ. സാറിന് ഇത്രയും വലിയ വീടും ഇട്ടുമൂടാനുള്ള സ്വത്തും എല്ലാം ഉണ്ട്. അതാ സാർ കല്യാണവും കഴിച്ചിട്ടില്ല. അതെന്താ സാറേ സാറിനൊരു അവകാശം വേണ്ടായോ? മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണക്കാരെ പോലെ അല്ലല്ലോ, ഒരു വെറൈറ്റി വേണമല്ലോ. പക്ഷെ നമ്മൾ ഇതിൽ കയറി എപ്പോഴും യാത്ര ചെയ്യാനൊന്നും പറ്റൂല്ലോ. യാത്ര ചെയ്യാനോ? എന്തുവാ അന്തർവാഹിനി മേടിക്കണമെന്ന് പറഞ്ഞു. അന്തർവാഹിനല്ല പറഞ്ഞേ. സാറിനാണെങ്കിൽ സാറ് എന്തെങ്കിലും സംഭവിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ നോക്കട്ടെ. അതിന് കുറച്ച് സാറിന് കുറച്ച് ദാരിദ്ര്യാവസ്ഥകൾ വേണ്ട. അതിനാണ് അല്ലേ സാറേ, സാറിന്റെ ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കണ്ടായോ? ഈ ഭിത്തിയെല്ലാം വരച്ചു കുറിച്ച് വെക്കാനാ? അതിന്റെ ആവശ്യം എന്തോ? എന്ത് കാര്യത്തിന്? അങ്ങനെ പറയല്ലേ സാറേ. അല്ല സാർ എന്താ ഈ സമയത്ത് കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുവായിരുന്നു. കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം കേട്ടോ. ഞാൻ ഒരുപാട് പെണ്ണ് കാണാൻ പോയി. ഈ പെണ്ണ് കാണാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പെണ്ണ് കാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂരായിരുന്നു. ചെങ്ങന്നൂർ ചെന്ന് എല്ലാം ഫിക്സ് ചെയ്ത് ആ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അമേരിക്കന്ന് ഒരു വിളി വന്നു. അപ്പൊ സാർ അമേരിക്കയിലോട്ടങ്ങ് പോയി. അമേരിക്കയിലോട്ടങ്ങ് പോയി. പിന്നെ അതിന്റെ പേരിൽ കുറെ നാളങ്ങ് പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് കൊല്ലത്തുനിന്ന് ഒരു ആലോചന വന്നു. കൊല്ലത്തുനിന്ന് ഒരു ആലോചന വന്നപ്പോ വീണ്ടും ലണ്ടനിൽ നിന്നൊരു വിളി. അപ്പൊ സാർ ലണ്ടനിലോട്ടങ്ങ് ഇനി ഞാൻ പോയാ നീ പെടലി അടിച്ച് വീഴും. പിന്നെ സാർ നോക്കിയിട്ടേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സാറേ പൈസ അങ്ങോട്ട് തികയുന്നില്ല സാറേ. ഞാൻ പോയിട്ടൊന്ന് പലിശ അടച്ചടച്ചിരിക്കുക. മുതലെവിടെ കിടക്കുവാ. അതുവഴി പോണ്ട കടിക്കും. എന്തുവാ മുതലവിടെ കിടക്കണം പറഞ്ഞു. മുതലെന്നല്ലേ പറഞ്ഞേ? മുതൽ അവിടെ കിടക്കുക, അടയ്ക്കാൻ പറ്റുന്നില്ല. നീ അടയ്ക്കേണ്ട ചാരി വെച്ചിട്ട് പോയാൽ മതി. എവിടെ കിടക്കും? പൈസ പറ്റിക്കാനുള്ള ഒരു ഐഡിയ. അമ്മാവന്റെ മോടെ കല്യാണമാ. അമ്മാവന്റെ മോടെ കല്യാണം എന്റെ ഒന്നും ഇല്ല. നിന്റെ ഒന്നും വേണ്ടല്ലോ. കല്യാണം കഴിക്കുന്ന ചെറുക്കന്റെ പോരെ. നിന്റെ അതല്ലല്ലോ. എന്തായാലും കൊടുക്കാൻ എന്റെ ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ട് കൊടുക്കാൻ നീ കൊടുക്കേണ്ട കാര്യം എന്താ? നിന്റെ ആവശ്യത്തിന് കുശുമ്പും നുണയൊക്കെ അതൊക്കെ പൊതിഞ്ഞു കൊടുറാ നീ. അത് കൊടു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എത്ര തവണ പറയണ പൈസ ജ്യൂസ് ഉണ്ടാക്കി തരാം സാറേ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സാറേ. ഇവനെ ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്ത് കൊല്ലൂര്. ജ്യൂസിനകത്ത് ഞാൻ വിഷം കലക്കി കൊടുത്ത് ഇവനെ കൊല്ലും. ഞാൻ ഇന്ന് നോക്കിക്കോ, എന്നെ കൊല്ലും. ഈ സ്വത്ത് മൊത്തം ഞാൻ സ്വന്തമാക്കും. സ്വത്ത് മൊത്തം സ്വന്തം. കഴിഞ്ഞ പൈനാപ്പിൾ ജ്യൂസ് പോലെ നീ ഇതിന്ന് പകുതി കുടിച്ചിട്ട് പകുതി വെള്ളം ചേർത്ത് സാറിന് കൊടുക്കരുത്. സാറ് വരും, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ സാറോട്. സാറ് ഫ്രഷ് ആവുക സാറേ. ദൈവമേ അറിയാതെ ചെയ്യുന്നേ. ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഇതിനെ വിഷം കലക്കി ഇതിനകത്ത് ഇട്ടട്ടെ. പോയനായിരുന്നു. ഇത് കൊടുക്കാം. പിന്നെ നീ ഇന്ന് തീർക്കണം കേട്ടോ. പിന്നെ കുടിക്കാൻ കൊടുക്കാൻ കൊണ്ടുപോവാ. പിന്നെ സാറേ കുമാറേ എന്തോ അങ്ങോട്ട് കുടിക്ക് സാറേ. ജ്യൂസ് കുടി. സന്ധ്യ ജ്യൂസ്. സാറേ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി. അവസാനത്തെ കാര്യം കേട്ടോ. ഞാനിപ്പോ പോയില്ലേ ബോംബെയില്. ഉടനെ പോകും. ബോംബെയില് ഒരു ഫ്ലാറ്റ് സെറ്റ് ആയി കേട്ടോ. ഫ്ലാറ്റ് ആവും നോക്കിക്കോ. എന്തോ കുമാറെ നീ ഒന്നും ഞാൻ ആരോട്ട് പറയാലോ. ഞാൻ അവിടെ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു കേട്ടോ. കുടിക്ക് സാറേ ജ്യൂസ് കുടി. ഞാൻ അവിടെ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. സാറേ അത് എന്തൊരു പരിപാടിയാ സാറേ? ഞങ്ങൾ അയ്യോ സാറേ വേണ്ട സാർ. ഇരുന്നോ ഇവിടെ ഇരുന്നോ. അല്ല സാറേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് സാറ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കട്ടെ. നീ കുടിക്കട്ടെ. ക്ഷീണമില്ല സാറ് കുടിക്കും.
സാറേ ഒഴിവ് പറയല്ലേ സാറേ, ഞങ്ങൾ ഈ അന്ന വലിയ സാറേ മുട്ടി പോകുന്ന സാറേ, അതിനൊരു തീരുമാനം എടുത്തിട്ട് അല്ല സന്ധ്യ, അതിനൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അതെ സാറേ, അല്ല സന്ധ്യ ഈ വീടും കാര്യങ്ങളൊക്കെ നോക്കി നടന്നത്. എന്തോ ഈ വീടും കാര്യങ്ങളൊക്കെ സന്ധ്യ നോക്കണം. എന്റെ അച്ഛനമ്മയൊക്കെ അച്ഛനമ്മയെ കൊണ്ടുപോവാ, അതിനെല്ലാവരും വിളിച്ചോണ്ടോ, മറ്റേ ഓട് പൊക്കി വെക്കുന്ന ടീമിനെ കൊണ്ടുപോവാ. സന്തോഷമായോ? സന്തോഷമായി സാറേ, സന്തോഷമായി. കുടിച്ചാട്ടെ. എന്തോടെ വലിച്ചു കയറുന്നത്? അവക്കെല്ലാം കൊടുത്ത് എനിക്കൊന്നും തരുന്നില്ലല്ലോ സാറ്. നമുക്കിതെല്ലാം കൊടുത്തില്ല, എനിക്കൊന്നും തന്നില്ലല്ലോ സാറ്. നിനക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വഴക്കൊക്കെ പറയെങ്കിലേ കുമാർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ കത്താതെ കിടക്കുന്ന ഒരു ബൾബ് വരെ ഇവിടെ കാണാൻ കത്തും. ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ഒരു കുമാറേ, കുടിയടാ കുടിയടാ കുമാറേ, കുമാറേ കുടിക്കടാ കുമാറേ, എനിക്ക് കുടിയടാ കുമാറേ, കുടിയടാ 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 കളയട്ടെ. കുടിക്കുമാറേ, സന്തോഷം. കുടിക്കുമാറേ, ഞാൻ തരുന്ന ജ്യൂസ് അല്ലേ, കുടിക്കുമാറേ. അയ്യേ കുടിക്കുമാറേ, അതെന്തോ കുടിക്കുമാറേ, കുടിക്കുമാറേ, അതെന്തോ കുടിയാത് പെട്ടെന്നേ ഷോക്കായി പോയി സാറ് കൊടുത്തപ്പോ. അല്ലത് കുടിച്ചൂടാ. കുടിക്ക കുമാർ, സാറിന്റെ മുമ്പിൽ നിന്ന് കുടിക്കാനുള്ള. കുടിക്കടാ കുമാറേ. എടാ കള്ളാ കുടിയടാ. അവനെ കൊല്ലുക, കുടിയടാ. സന്തോഷമായ എന്നെ ഞാൻ കുടിക്കണ ജ്യൂസാ നീ കുടിക്കണ്ട. സന്തോഷമായ ഇനി നിനക്ക് ഞാൻ മറ്റൊരു സന്തോഷം പറയാം. ചേർത്തലല്ലേ, ചേർത്തല ടൗണില് നിനക്ക് ഞാൻ 5 ഏക്കർ വസ്തുവും ഒരു വീടും നിന്റെ പേരില് ഞാൻ രജിസ്റ്റർ ചെയ്തേക്കുന്നു. അങ്ങോട്ട് വിടുന്നല്ലോ, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു അല്ലെ ആ വസ്തുവിന്റെ അവകാശി ചത്തുപോകും. അത് പോയവന്റെ വിളിക്കണ്ട സാറേ, അത് ടെൻഷൻ കൊണ്ടാ. അല്ലേലും അങ്ങനെ സൗഭാഗ്യങ്ങൾ പെട്ടെന്ന് ഒന്നും ഇല്ലാത്തവന്റെ കൈ കിട്ടുമ്പോ സന്തോഷം കൊണ്ട് ബോധം പോകും. അത് അതിന്റെ സത്യോടെ കിടക്കട്ടെ സാറേ. ക്ലൈമാക്സ് അത് പിടി കിട്ടിയായിരുന്നടാ. ഞാൻ ഈ ജ്യൂസിനകത്ത് വിഷം കരക്കിയായിരുന്നു നിനക്ക് തരാൻ വേണ്ടി. പക്ഷെ അത് ഞാൻ തന്നെ കുടിച്ചു. ഇവർക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു സംഭവം. അതെ, നമ്മുടെ ചേർത്തല ഒരു 5 ഏക്കർ വസ്തുവും വീടെന്ന് ചുമ്മാ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓസുക്കൊരു ജ്യൂസ് കുടിച്ചല്ലോടി. മനോജേ, സെൽവ, സുമി സൂപ്പർ ഹിറ്റായിരുന്നു കേട്ടോ. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നത്, അതിൻ്റെ എല്ലാ വേർഷനും ഇപ്പോൾ ലൈഫ് ഉണ്ടോ എന്ന് വെച്ചാൽ ലൈഫ് ഉണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട്, സ്ക്രിപ്റ്റ് കൊള്ളാം, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അഭിപ്രായത്തിലേക്ക് കിടക്കാം. ബിജുകുട്ടാ തുടങ്ങി. ഒരു രക്ഷ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയൂലേ, തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാറില്ല എന്ന്. 3 തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു പെർഫോമൻസ് കണ്ടിട്ടാ. അത് എനിക്ക് ഇതാരാണ് വലുതെന്ന് പറയാൻ പറ്റില്ല. തമാശകൾ ഒരുപാടുണ്ടായിരുന്നു, അത് പറയാനായിട്ട് ശബ്ദമില്ലാത്തതിൻ്റെ പേരിൽ ഇത് അത് ചിരിച്ചിരിച്ച്, കാരണം എൻ്റെ കണ്ണൊക്കെ റെഡായി. കാരണം സൗണ്ടില്ല ചിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കേൾപ്പിക്കില്ലായിരുന്നു ആൾക്കാരെ. ഞാൻ സത്യം അത്രക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണ്ടല്ലോ. ഈ തുല്യ ശക്തികൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ്. കാരണം ആരെ നോക്കി ചിരിക്കണം, ആരെ കണ്ട് ചിരിക്കണം എന്നൊക്കെ പോയി. ആദ്യം തന്നെ സുമിയുടെ കുറച്ച് മാനരിസങ്ങൾ പഠിപ്പിക്കുന്ന സംഭവമുണ്ട്. അത് സുമി ഒരു രക്ഷയില്ല. നേരത്തെ പറയാൻ പോലെ അല്ലായിരുന്നു ഈ സംഭവം. ശരിക്കും അത് ഇങ്ങനെ കൈ പിടിക്കേണ്ട അർത്ഥം വരെ നമുക്ക് മനസ്സിലാക്കി തന്നു. കാരണം ഇത് തന്നെ ഇങ്ങനെ ഞെരിച്ചു പിടിച്ചാൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അങ്ങനെ ഒരു സംഭവത്തിൽ കൊണ്ടുവന്നത് അതൊക്കെ ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. സങ്കടപ്പെടാനുണ്ടായിരുന്നു, പിന്നെ തമാശകൾ ഒരുപാടുണ്ടായിരുന്നു, ലൈഫ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു കിടിലൻ സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ ജ്യൂസ് കുടിക്കുന്ന സംഭവത്തിൽ അതൊരു സിനിമ പോലെ തന്നെ. ഇതെന്ത് ചെയ്യും, ഇത് ആര് കുടിക്കും, സുമിക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ മുതലാളിക്ക് കൊടുക്കുമോ, ഇയാൾ തന്നെ കുടിക്കുമോ, ഇയാൾ കുടിക്കൂല എന്നുള്ള കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇയാളിട്ടാണല്ലോ വിഷം, ഒരിക്കലും കുടിക്കില്ലായിരുന്നു. പക്ഷേ അതും നിങ്ങൾ മാറ്റി മറിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്നാണ് എൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയിലിട്ടാ. കാരണം എനിക്ക് സൗണ്ടില്ലാത്തതിന് എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ വാക്കുകളില്ല. ഒരു രക്ഷയില്ലാന്നില്ല. ആദ്യം തുടങ്ങി അവസാനം വരെ ചിരിച്ചിരിച്ച് മരിച്ച്. ഓൾ ദ വെരി 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 ബെസ്റ്റ്.
മൊത്തത്തിൽ ഒരു ചിരി വൈബ്, ചിരി മോഡായിരുന്നു. നിങ്ങളും എൻജോയ് ചെയ്തത് നമ്മളും എൻജോയ് ചെയ്ത ആദ്യത്തെ സ്കിറ്റ് ഇതായിരിക്കും. അപ്പോൾ അത് ഗംഭീരമായിരുന്നു. ഒരാളുടെ പേര് എടുത്തു പറയാനില്ല, 3 പേര് കട്ടയ്ക്ക് ഇരിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. ഇതിലെനിക്ക് ഞാൻ നേരത്തെ ബിച്ചേട്ടൻ പറഞ്ഞല്ലോ, സുമി ആ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു സുമി. ഇനി എനിക്കതിലൊരു വിഷമമുണ്ട്, കാരണം മനോജ് ഏട്ടൻ അത് പെർഫോം ചെയ്ത് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം മനോജ് ഏട്ടനെ ഞങ്ങളത് വിചാരിച്ചു, മനോജ് ഏട്ടൻ എവിടെയെങ്കിലും, കാരണം ഞങ്ങളിങ്ങനെ ആലോചിച്ചു കുറേ എവിടെയെങ്കിലും മനോജ് ഏട്ടൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ, പക്ഷെ അതിനു മുമ്പ് അത് ബ്രേക്ക് ചെയ്ത് പോയി. മേ ബി അതായിരിക്കാം അതിനെ കുറച്ചും കൂടെ ഈ സ്കിറ്റിനെ ഭംഗിയുള്ളതാക്കിയത്. പക്ഷേ നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത് ആഗ്രഹിച്ചു, മനോജ് ഏട്ടൻ ഒന്ന് അത് അഭിനയിച്ച് കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ. ഇനി അടുത്ത സ്കിറ്റിൽ ബാക്കി വരുമ്പോൾ നമുക്ക് കാണാം. പെർഫെക്റ്റ്ലി ബിൽറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റും ഒരു പെർഫെക്റ്റ്ലി ബിൽറ്റ് ചെയ്ത ഒരു പെർഫോമൻസും ആയിരുന്നു. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. സെൽവ, സുമി, മനോജ്, നിങ്ങളുടെ കോമ്പിനേഷൻ വല്ലപ്പോഴും വരാറുള്ളൂ. പക്ഷെ ആ വരവ് ഒരു ഒന്നൊന്നര വരവാണ്. അതിനൊന്നും പറയാനുള്ള കാരണം നിങ്ങൾ ഈ തുടക്കം മുതൽ ചില സാധനങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറയാം, നമ്മൾ സാധാരണ ഈ സ്കിറ്റ് എൻജോയ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്ന അപൂർവം ചില നിമിഷങ്ങളേ ഉള്ളൂ. അതെ. നിങ്ങളിത് എൻജോയ് ചെയ്ത്, കാര്യം സെൽവൻ്റെ ചിരി പൊട്ടിയിട്ട് സെൽവൻ ഒരു സൈഡിലേക്ക് മാറുന്നു. ഞാൻ പറയുന്നത് സ്വയം എൻജോയ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ അതൊക്കെ മറന്ന് നിങ്ങൾ വേറെ ലൈഫിലേക്ക്, നിങ്ങൾ സ്കിറ്റൊക്കെ മറന്നൊരു ലൈഫ് പരിപാടിയായിരുന്നു. തുടക്കം മുതൽ 3 പേരും അസാധ്യമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനോജ് ഇത് പുതിയ ക്ലൈമാക്സ് ആണ് കേട്ടോ. ഇന്ന് മനോജ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഈ ചെയ്തിരിക്കുന്ന ക്ലൈമാക്സിന് ഒരു ഉഗ്രം കൈഡ്. കാര്യം വീണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാറിന് സിനിമയിലെ ടെയിലൻഡ് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഐറ്റം വരയിൽ ടെയിലൻഡ് സ്കിറ്റ് നിങ്ങൾ കാണിച്ചത് ആദ്യമായിട്ടാണ്. എല്ലാ സാധനങ്ങൾക്കും ലൈഫ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വയം മറന്ന് കളിച്ച ഒരു സ്കിറ്റാണ് കേട്ടോ. ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ട് കളിച്ചിട്ടുണ്ട്. ചില ഓർമ്മയുണ്ടോ എന്തെങ്കിലുമൊക്കെ? കാര്യം നമുക്ക് അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവര് കൂടുമ്പോ, കാരണം നമ്മൾ പഠിച്ചു വെച്ചത് മാത്രം പറഞ്ഞ പോരല്ലോ അല്ലേ? അല്ല, നിങ്ങൾ ഓർക്കുന്നില്ലായിരിക്കാം, അതിനപ്പുറത്തേക്ക് കുറേ സാധനങ്ങൾ വന്നു കേട്ടോ. നമ്മളത് ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളുടെ ചിരി ഉൾപ്പെടെ നമ്മൾ എൻജോയ് ചെയ്തു. നിങ്ങൾ ചിരിക്കുന്നത് നമുക്കറിയാം, ഇല്ലാത്ത സാധനങ്ങൾ എക്സ്ട്രാ കയറിയപ്പോഴും നമുക്കതറിയാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും നല്ല പറന്ന് 3 പേര് നിന്നു എന്നുള്ളതാണ്. ഇതാണ് വേണ്ടത്. അസാധ്യമായി പോയി കേട്ടോ, അസാധ്യമായിട്ടായി പോയി. ആ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവട്ടെ. അടിപൊളിയായിട്ടുണ്ട്, മനസ്സറിഞ്ഞ് കളിച്ചു. അപ്പോൾ ബിജുക്കുട്ടാ, അപ്പോൾ നമുക്കിനി മാർക്ക് കൊടുക്കാം. ഞാനൊരു 18,000 രൂപ കൊടുക്കാം. 18,000. ഓക്കെ. അപ്പോൾ ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 18,000 രൂപ തരും. ഓക്കെ. അപ്പോൾ മൊത്തം നമുക്ക് 36,000 ആയിട്ടുണ്ട് മാർക്ക്. ഇനി മണിക്കുട്ടനാണ് ഈ പറഞ്ഞ മണിക്കുട്ടൻ മുതലാളിയായ ബംഗ്ലാവൊക്കെ മേടിച്ച് നിൽക്കുന്ന ആളാണ്. അല്ല, എൻ്റെ അവസ്ഥ മണിക്കുട്ടൻ മനസ്സറിഞ്ഞ് കൊടുത്തേ കൊണ്ട്. ഓക്കെ, ഞാനിതാ തരയാണ് കേട്ടോ. ഇതാ പിടിച്ചു. മനോജേ, ഇനി നിങ്ങളാണ് പറയേണ്ടത്. ചിന്തിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് കണ്ടന്റ്. അങ്ങനെ വന്നപ്പം നമ്മളെ സെൽവനും ഞാനും സുമിയും, സെൽവനും ഞാനും അജേഷ്, അങ്ങനെ കുറേ ആൾക്കാരുടെ കോമ്പിനേഷൻ ഞങ്ങൾ കളിക്കുമ്പോഴും ഈ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും സെൽവനെയാണ്. കാരണം ഞാൻ പറയുന്നുണ്ട്, നീയാണ് കേന്ദ്രം, നിന്നിൽ കൂടിയാണ് ഈ സാധനം പോകേണ്ടത്. അപ്പൊ ഈ സെൽവൻ എന്ത് ചെയ്യാൻ പറ്റും, സെൽവൻ എന്തൊക്കെ കാണിക്കും, അങ്ങനെ മാത്രമേ ആ ക്യാരക്ടറിനെ ചിട്ടപ്പെടുത്തി എടുക്കത്തുള്ളൂ. അതായിരുന്നു. അല്ല, അത് ആ കളിയിൽ എനിക്ക് തോന്നി, അത് കണ്ടിരുന്നു. കാരണം സെൽവൻ വന്നേ പിന്നെ എനിക്ക് തോന്നുന്നു വെർബലായിട്ടുള്ള കോമഡിയേക്കാൾ കൂടുതൽ മനോജ് അല്ലെ കുറേ ആക്ഷൻ കോമഡി അതൊക്കെ വെച്ച് കാണിച്ചിരുന്നത്. അത് കറക്റ്റാണ് കേട്ടത്. കാരണം സെൽവൻ അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തിട്ടാ. പിന്നെ സുമിയുടെ കാര്യം, സുമി ഇതിനകത്തിൽ ഒരുപാട് കൗണ്ടറുകൾ സുമി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ എക്സ്പ്രഷൻ കാണിച്ചത് സുമി റിഹേഴ്സൽ എടുത്ത സമയത്ത് ഒറിജിനലായിട്ട് കരഞ്ഞു കാണിച്ചു. അത് ഭയങ്കരമായിട്ട് ഞാൻ അറിയാതെ നോക്കി നിന്നത്. കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ കവിളൊക്കെ വിറപ്പിക്കുന്നത് ഭയങ്കര പാടാണ്. ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് അവിടെ വെച്ച് റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറായി മാറുക ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നത് ഒരു സുഖം. നമ്മളിവിടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തരുന്നത് ആ ഒരു സുഖം. ആ ഒരു സുഖം സെൽവൻ ആന്തരം തരുന്നുണ്ട്, സുമി ആന്തരം തരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ സ്കിറ്റ് ഈ ഫ്ലോറിൽ നിർത്താൻ തോന്നുന്നില്ല, കളിച്ചുകൊണ്ടിരിക്കണമെന്നാണ് നമുക്ക്. പിന്നെ ഒരു പ്രയത്നം നമുക്ക് ചെയ്യണം, നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവം ഇവിടെ വരെ എത്തിച്ചത്, നമുക്ക് ഇങ്ങനെ നേടാൻ പറ്റുന്നത്. ഇപ്പം ചില കൗണ്ടറുകളെ ഞാൻ പറഞ്ഞാലും മീറ്റർ തെറ്റും, സെൽവൻ ചേട്ടൻ പറഞ്ഞാലും മീറ്റർ തെറ്റും. ഇപ്പം നല്ല കൗണ്ടർ ആണെങ്കിൽ അത് ആര് പറഞ്ഞാൽ ഏക്കുമെന്ന് നോക്കിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ആ ഓടിന്റെ ആ സംഭവം ഞാൻ പറയേണ്ടത് അത് 2-3 തവണ പറഞ്ഞിട്ട് എൻ്റെ നിൽക്കാതായപ്പം അങ്ങനെ. ഇപ്പം സെൽവൻ ചേട്ടൻ പറഞ്ഞത് മനോജേട്ടൻ തന്നെ പറയട്ടെ, മീറ്റർ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം സ്കിറ്റിനെ എങ്ങനെ വിജയിപ്പിക്കാന്ന് നോക്കുന്നില്ല, അത് കൗണ്ടർ ആരാ കൂടുതൽ അടിക്കുന്നത് എന്നുള്ളതല്ല. പിന്നെ ഈ ക്ലൈമാക്സ് ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലയോ, സിനിമയിലായാൽ പോലും
ഒരു ആർട്ടിസ്റ്റ് മരിച്ച് നിർത്തുന്നത് ഇപ്പൊ റയറായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സിലോട്ട് വന്നത്. കൊണ്ടുവന്നൊരു ഒരുപാട് സന്തോഷം. അല്ല, ഇത് സ്കിറ്റ് പ്ലാൻ ചെയ്ത് ഒരു ഐഡിയ എങ്ങനെ പറഞ്ഞിരുന്നു മനോജേട്ടൻ. അത് കഴിഞ്ഞിട്ട് മനോജേട്ടനും സുമിയും കൂടെ ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്തത്. നേരത്തെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ പോയി ജോയിൻ ചെയ്യുമായിരുന്നു. കഥ മാത്രം സെൽവണ്ട് നേരത്തെ പറഞ്ഞു, ഇതാണ് സംഭവം, നീ അത് പണിഞ്ഞെടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായി. അടിപൊളി. 3 പേർക്കും അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുന്നത്, ഇതുപോലെ നല്ല ഗംഭീരമായ സ്കിറ്റുകളുമായിട്ട് വരിക. 3 പേർക്കും താങ്ക്സ്, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഓക്കെ. മണിക്കുട്ടാ, അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ? ഇറക്കാം, പെട്ടെന്ന്. ആരാണെന്നൊരു ഒന്നും ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ ചില സാധനങ്ങൾ കണ്ടിരിക്കുമ്പോൾ അയ്യോ അവരെ കണ്ടില്ലോ, ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും, അവർക്ക് എക്സാം ആയിരിക്കാം, അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയക്കുറവുണ്ട്. പക്ഷെ ഞാനൊരു ക്ലൂ തരാം. അതായത് ഇവിടെ അവരെ സൂപ്പർ സ്റ്റാർസ് എന്നാ വിളിക്കണത്. ലിറ്റിൽ സൂപ്പർ. അത് തന്നെ അല്ലേ? വിളിക്കാം. വിളിച്ചോ. സൈന്ധവ്, ദേവി, ആര്യദത്തൻ. Come on. വാനം പോലെ വാനം മാത്രം ദാനം ചെയ്യാൻ മേഘം മാത്രം, മോഹം പോലെ മോഹം മാത്രം, സ്നേഹം പോലെ സ്നേഹം മാത്രം. കാറ്റും കടലും സ്നേഹിക്കുന്നു, മണ്ണും മിണ്ണും സ്നേഹിക്കുന്നു, മനസ്സും മനസ്സും സ്നേഹിക്കുന്നു. നീ മേടിച്ച 6 പൊറോട്ടയും ബീഫോർക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. നീ ഇനി മേടിച്ചൊക്കെ തരുമായിരിക്കും, പക്ഷെ എന്റെ വയറ്റിന് ഒറ്റ തുള്ളി പോലും സ്ഥലമില്ല. എല്ലാം നിറഞ്ഞു ബലൂൺ പോലെ ഇരിക്കുക. കാറ്റൂരി വിടട്ടെ. കാറ്റൂരി ബലൂണല്ല, എന്റെ വയറാ. ഇന്നെങ്കിലും അവളോട് പറയണം. അവളെ ഞാനാണോ പ്രേമിക്കുന്നത് അതോ നീയാണോ? ഞാൻ. നീയല്ലേ ഇത്രയും കാലമായിട്ട് പറഞ്ഞോടാ. പറയാടാ. ഞാനേ കൊറേ നാളായിട്ട് പുറകെ നടക്കുക. അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാൻ പോലും ഇല്ലെന്ന്. പുറകെ നടന്നതിന് അവളെങ്ങനെ കാണും? അവക്കെന്താ പുറകെ കണ്ണുണ്ട്? അവളുടെ മുന്നിൽ കയറി നടന്നാലല്ലേ അവളോട് ഇഷ്ടമെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ എങ്ങനെ പറയും? ആചാരപരമായിട്ട് പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ പുറകെ നടന്നല്ലേ ശരിയാവും. എടാ, നീ ലാലോട്ടം പ്രപ്പോസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഗാഥ ഐ ലവ് യു എന്ന് പറയുന്ന പോലെ. അതിന് അവളെ പേര് ഗാഥ എന്നല്ല, അഞ്ജു എന്നാണ്. എടാ, ഞാനൊരു ഇത് പറഞ്ഞതാണ്. അതായത് വന്ദന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ പറയത്തില്ലേ, എന്നോട് പറ ഐ ലവ് യു എന്ന്. അതുപോലെ തെങ്കാശിപ്പട്ടണ സിനിമയ്ക്കകത്ത് ദിലീപേട്ടൻ പറയത്തില്ലേ, എന്നോട് ഇഷ്ടമല്ലെന്നൊക്കെ പറയാ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാ ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. നീ അതുപോലെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ പറയല്ലോ. ഒരു ഭാവമില്ലല്ലോടാ. അയ്യോ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളെ നവരസം പഠിപ്പിക്കാൻ പോവല്ലേ? ഭാവം ഉണ്ടാകാം. പിന്നെ എടാ, നീ എന്തിനാണ് ഈ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്? കല്യാണം കഴിക്കാത്തവരെ വിഷമം നിനക്ക് അറിഞ്ഞാഞ്ഞിട്ടാണ്. PSC പരീക്ഷയ്ക്ക് പോലും കാണത്തില്ല ഇത്രയും ചോദ്യങ്ങളും. എന്നാ നീ കല്യാണം കഴിക്കാത്തത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? അതോ നിന്നെ സ്നേഹിച്ചപ്പോൾ തേച്ചിട്ട് പോയോ? അങ്ങനെ എന്തോരം ചോദ്യങ്ങളൊന്നും അറിയാവൂ. അവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ പ്രണയിച്ച് എന്നെ കെട്ടെന്ന് തീരുമാനിച്ചത്. എടാ, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന്? കോലം കെട്ടണം. ആര് കോലം കെട്ടും? ഞാൻ കോലം കെട്ടും. അതിനി പ്രത്യേകിച്ച് കെട്ടാനെന്തോ ഇരിക്കും. അവനെ ഒരു പേക്കോലം. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവട്ടതാ. അതായത് നീ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കള്ളനെ പോലെ വന്ന് അവളുടെ മാല തട്ടിപ്പറിക്കുന്നു, ഓടുന്നു, നീ എന്നെ പിടിക്കുന്നു, അവക്ക് മാല തിരിച്ചു കൊടുക്കുന്നു, അവൾ ഇംപ്രസ് ആവുന്നു, നിങ്ങൾ എൻട്രി സെറ്റ് ആകുന്നു. അപ്പൊ ഞാൻ പോയി പ്രോപ്പർട്ടി എടുത്തോണ്ട് പോവാ. നീ അവളോട് സംസാരിച്ചിരുന്നോ? ഞാൻ സൊല്ലിക്കൊണ്ട് നിൽക്കൂ. നീ വരണം കേട്ടോ. കുറച്ച് സമയം വർക്കാവോ? അതെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജു. ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയേണ്ടത് മാന്യതയാണ്. മാന്യന്മാരടുത്ത് പറഞ്ഞാ പോരെ ഗുഡ് മോർണിംഗ്. അപ്പൊ അഞ്ജു പറയുന്നത് ഞാനൊരു മാന്യനില്ലെന്നാണോ? ഞാൻ അത് പറയണതിന് മുമ്പ് തന്നെ സത്യം മനസ്സിലാക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് എന്നെ കൊണ്ട് എന്നെ പറയിപ്പിച്ച്. അങ്ങനെ പറയരുത്. എന്റെ ജാതകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് മാന്യനല്ലെന്നാ. അയ്യോ, അതല്ലെന്ന്. ഞാൻ പ്രണയിച്ചേ കെട്ടോളന്ന്. പ്രമേയിച്ചേ കെട്ടോന്നല്ല, പ്രണയിച്ചാ കിട്ടുമെന്നായിരിക്കും. അങ്ങനെ പറയരുത് അഞ്ജു. എനിക്ക് നീ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല.
ഈ വേട്ടാവളിന് പറഞ്ഞാലും മനസ്സിലാവും. എടോ, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. എന്തോത്തിനിങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് വയ്ക്കുന്നത്? അല്ല, അത്രേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ നീ എന്നെ അങ്ങ് ഹസ്ബൻഡ് ആയിട്ട് അങ്ങ് സങ്കല്പിച്ചാ പോരെ? കഴിഞ്ഞില്ല പ്രശ്നം. അപ്പൊ കഴിഞ്ഞില്ല എല്ലാ പ്രശ്നം കഴിഞ്ഞില്ല. എടോ, താൻ എന്റെ പുറകെ നടക്കുന്ന കാര്യം എങ്ങാനും എന്റെ വീട്ടുകാരറിഞ്ഞ അപ്പൊ നമ്മുടെ കല്യാണം നടക്കില്ലേ? കല്യാണം നടക്കൂല. തന്റെ വീടിന്റെ ഭിത്തിയിൽ ആണയടിക്കും. അതെന്തിനി? തന്റെ ഫോട്ടോ തൂക്കി മാലയിടാൻ. അതെന്തിനി? എടോ, തന്നെ കൊല്ലുവന്ന്. അയ്യോ, എന്നെ കൊന്നാ ഞാൻ പ്രേതമായിട്ട് വരുവേ അഞ്ജുവിന്റെ കൂടെ. താൻ പ്രേതമല്ല, ബാധ, ഒഴിയാ ബാധ. കുറെ കാലം കൊണ്ട് എന്റെ കൂടെ നടക്കണം. എനിക്കാണെങ്കിൽ ഇയാളെ ഇഷ്ടവുമല്ല. എന്തോ ചെയ്താ എവള് വളയും. അവൻ പറഞ്ഞ കാര്യം എന്തോ ഓർമ്മ വരുന്നു എനിക്ക്. എടാ, ലാലേട്ടൻ റൊമാൻസ് ചെയ്തില്ലേ, അതുപോലെ ചെയ്യണം. കുട്ടാപ്പി പറഞ്ഞ ഐഡിയ അതിൽ തന്നെ അങ്ങ് പഠിക്കാം. തനിക്ക് വയ്യേ? ആനിയുടെ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിച്ചൂടെ മാഗി? തനിക്ക് എന്താടാ വെറേൽ പനിയാ? പൊക്കോടാ എന്റെ മമ്മി. അപ്പോ മോഹൻലാൽ ചീറ്റിയ സ്ഥിതിക്ക് ദിലീപ് ഏട്ടനെ പിടിക്കാം. അതെ, 2 വർഷമായി തന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി, കുഴപ്പമില്ല. ഇഷ്ടമല്ലെന്ന് പറ. ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. ഇവിടെ തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇഷ്ടമാണെന്ന് പറയണം. ഒറ്റ കീറി ഞാൻ വെച്ചേരില്ല. സോറി. പറ്റിയ സമയം മാല മുട്ടിക്കാം. അയ്യോ, എന്റെ മാല. കള്ളൻ പോവടന്നു. ഞാൻ കള്ളനൊന്നും ഞാൻ പറഞ്ഞത്. എന്റെ മാല ഒരു കള്ള എടുത്തോണ്ട് പോയി. എങ്ങനെയാന്ന് വാങ്ങിച്ച? ഞാൻ നിന്റെ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ആലോചിക്കണം. മര്യാദക്ക് എന്റെ മാല എടുത്താ. അഞ്ജുവിന് എന്നെ ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ എനിക്ക് അഞ്ജുവിന് ഇഷ്ടമാണ്. കഥാപ്രസംഗം നടത്താതെ ഒന്ന് വാങ്ങിച്ചു തരുമോ? അങ്ങനാണെങ്കിൽ എന്റെ മാല കട്ടോണ്ട്. എന്റെ മാല ഇത്രയും തല്ലിട്ടിട്ട് അവൻ കണ്ണടച്ചടന്ന് ഉറങ്ങട്. ഉറങ്ങിയതല്ല, മരിച്ചത് പോലെ അഭിനയിച്ചതാ. എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോടാ. ഞാൻ പോലും അറിഞ്ഞില്ലടാ ഇവള് കരോട്ടയാണെന്ന്. അയ്യോ, ഞാൻ പറയാൻ പറ്റില്ല. തല്ലിപ്പെടുത്തില്ല. പ്ലീസ് എന്നെ വെറുതെ വിളിച്ചാ പാവം. പറയാൻ വന്നു. അല്ല, എനിക്കൊരു ആപത്ത് വന്നപ്പം എന്നെ രക്ഷിക്കാൻ വന്നതിനെ നന്ദി. പിന്നെ ഇഷ്ടത്തിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നാളെ പറയാം. അപ്പൊ ചെറിയ ചാൻസ് ഉണ്ടല്ലേ? ചെറുതായിട്ട്. സന്തോഷം കൂടി. അയ്യോ, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഇങ്ങോട്ട് പാടാ. നിനക്കെന്താ ഒരു ഉഷാറില്ലാത്തത്? നീ എനിക്ക് ഉഷാറുണ്ടാക്കി തരാൻ ബൂസ്റ്റ് അല്ലയോടാ മേടിച്ചത്. അടിയല്ലോടാ എനിക്ക് നീ തന്നത്. കുഴപ്പമില്ലടാ, നമുക്ക് നാളെ അവളെ വീട്ടിലോട്ട് അങ്ങ് പോവാം. ഞാനൊന്നും വരുന്നില്ല. ഈ നൻപന് 2 ആഴ്ചത്തേക്ക് വരുത്തില്ല. നൻപന് നൻപകൾ നേരത്തേക്ക് മയക്ക്. അതെന്താ അങ്ങനെ? ഇത്രയും അടി കൊണ്ടൊന്നും നീ കണ്ടില്ലേടാ ഞാൻ ഇവിടെ കിടന്ന്. അപ്പൊ ഞാനും കൂടെ കിടക്കാം. ദേവി നല്ല മിടുക്കരായിട്ട് കളിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. രാവിലെ എന്താ കഴിച്ചേ? ഞാനിന്ന് ഇവിടെ ഇഡ്ഡലി ആയിരുന്നു. 2 ഇഡ്ഡലി കഴിച്ചു. മണിക്കൂട്ടൻ എന്താ കഴിച്ചത്? ഞാൻ അപ്പം മുട്ടക്കറി. ഞാൻ ഇവിടുന്ന് ഇഡ്ഡലിയാ കഴിച്ചത്. മണിക്കൂട്ടിനെ കഴിക്കും, കാരണം ഹാർഡ് വർക്ക് ചെയ്യണം. മണിക്കൂർ ഇഡ്ഡലി ഇഷ്ടമല്ലേ? അതോ? ഇഡ്ഡലി ഇഷ്ടമാണ്, കുഴപ്പമില്ല. ചില ആൾക്കാർ ഇഡ്ഡലി ഇഷ്ടമില്ലെങ്കിലും ഇന്ന് ഒരു 9 ഇഡ്ഡലി തിന്ന ആളിവിടെ നിൽപ്പുണ്ട്. ഇഷ്ടമില്ലാതെ ഇതാരെന്ന് മനസ്സിലായില്ലേ?
അതാരപ്പാ? ഈ 3 പേരിൽ ആരാ നമുക്കറിയാമല്ലോ. ആരാന്ന് പറ. മണിക്കുട്ടൻ പറ, അല്ല ബിജുക്കുട്ടൻ പറ. ഈ 3 പേരിൽ ഇന്ന് 8-9 ഇഡലി ഇവിടെ കഴിച്ചിട്ട് ആ എനർജി മുഴുവൻ ഈ സ്റ്റേജിൽ കാണിച്ച ഒരേ ഒരാളാണ്. പറ. ആര്യദത്തായിരിക്കുള്ളൂ. ആര്യദത്തോ? സൈന്ധവ ഇടക്ക് കഴിക്കാറുണ്ട്, പക്ഷെ അവനൊന്ന് ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നു. അതെ, വാര്യദത്ത് തന്നെയാണ്. ആര്യദത്തിന് ഇഡലി ഇഷ്ടമല്ലല്ലേ? കൈയടിക്കണമൊക്കെ കൈയടിക്കണം. കണ്ടോ, ഇപ്പോഴും ഇത്രയും ഇടി കൊടുത്തിട്ട് അവിടെ ഇത്ര എനർജിയോടെ കൈയടിക്കണമെങ്കിൽ ദേവിയാണ് ആ 8 ഇഡലി കഴിച്ചത്. അല്ലല്ല, ഞങ്ങളിവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ എടുത്ത് കാണണം. അതിനകത്ത് കാണിക്കും ഞങ്ങള്. CCTV ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇതിനകത്ത് കാണിക്കും. ഇല്ലില്ല, നമ്മളോട് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ കാണിക്കും. വേറെ കാര്യം കണ്ടിരുന്ന, നമ്മള് ആര്യദത്തിലേക്ക് പോയപ്പോ ഈ ദേവിയുടെ കയ്യടി കണ്ടിരുന്നു. എന്റെ ഭാഗത്തുനിന്ന് പോയി. പക്ഷെ എന്തായാലും കേട്ടോ, നിങ്ങൾ 3 പേരും ഇന്ന് രാവിലത്തെ ഇഡലി കഴിച്ച പോലത്തെ എനർജി അടിപൊളി പെർഫോമൻസ് പറഞ്ഞാൽ 3 പേരും പൊളിച്ചെടുക്കുക കേട്ടോ. നല്ല രസമായിരുന്നു. എടാ സൈന്ധവ ആര്യദത്തെ ആദ്യം നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സാധനങ്ങൾ നല്ല നീറ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള സംസാരം, ഒരു പെണ്ണിനെ എങ്ങനെ വീഴ്ത്താം, അവൾ വീഴ്ത്തുന്നത് എങ്ങനെയാണ്. അപ്പോൾ ലാലേട്ടൻ ഡയലോഗ് പറയുന്നു, ദിലീപേട്ടൻ ഡയലോഗ് പറയുന്നു, അതൊക്കെ സൈന്ധവ് നല്ല രസമായിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ദേവിയുടെ എൻട്രിയിൽ ദേവിക്ക് നിഷേധിക്കുകയാണ്, ഇനി വേണ്ട, എനിക്ക് കാമുകൻ വേണ്ട, എനിക്ക് പ്രണയം വേണ്ട, അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ സൈന്ധവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അടിപൊളി. അതായത് മാലം പറിച്ചുകൊണ്ട് പോകാം, തിരിച്ചു പിടിക്കും. അവിടെ കൈയടി തരേണ്ടത് നിങ്ങൾ 3 പേരും. ആ ഒരു പ്ലേ ഉണ്ട്, അവിടെ പോയിട്ട് തിരിച്ചു വരുന്നു, അങ്ങോട്ട് ഓടുന്നു, അവിടെ പട്ടികര വെക്കുന്നു, തിരിച്ചു വരുന്നു. ആ പ്ലേക്ക് ഒരു ഉഗ്രം കൈയ്യടി തന്നേ പറ്റുള്ളൂ. അത് നിങ്ങൾ നല്ല ടൈമിങ്ങോട് കൂടി ചെയ്യുന്നുള്ളതാണ്. പിന്നെയാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത്. അതായത് വന്നു, ഞാൻ പിന്നെ ചിരിച്ചു പോയത് ദേവി അത്രയും ഇടിച്ചു കഴിഞ്ഞപ്പോൾ, സൈന്ധവനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആര്യദത്ത് ഇവിടെ നിന്ന് കരയുകയാണ്. നിൻ്റെ വിറവിലൊക്കെ എന്തൊരു രസമായിരുന്നോ ആ കാര്യം. നല്ല രസമായിട്ട് നീ അത് പ്ലേ ചെയ്തു. ടോട്ടലി നിങ്ങളുടെ ക്ലൈമാക്സ് ഒക്കെ വന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് 3 പേർക്ക് സ്പെഷ്യൽ ഗൈഡിയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഒരു മാർക്ക് കുറയുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഇത്തിരി കുറവായിപ്പോയും. എന്തെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കാം. പക്ഷേ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരും നല്ല ഉഗ്രം പ്ലേ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം നിങ്ങളുടെ ഒരു നല്ല പ്ലേ കാണാൻ സാധിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് മണിക്കുട്ടൻ. മക്കളെ, പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു മക്കളെ. പവർ പാക്ഡ് പെർഫോമൻസ്. തുടക്കം തൊട്ട് അവസാനം മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെയായിരുന്നു കൗണ്ടറും ചിരിയും. ഇതിൽ ഈ പറയുന്ന പോലെ ഒരു ആക്ട് ചെയ്തുള്ള സംഭവങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അത് നിങ്ങൾക്ക് തന്ന ജോലി വളരെ വൃത്തിയായിട്ടും കൃത്യതയായിട്ടും നിങ്ങൾ ചെയ്തു എന്നതാണ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗൈഡ് തന്നേ പറ്റൂ. പിന്നെ 3 പേരടുത്തൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് വേണോ, എന്ത് ഇഷ്ടമുണ്ടോ ഇവിടെ ചോദിച്ചോണം. അഥവാ കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് പറയണം കേട്ടോ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങളാണ് പണിയെടുക്കുന്നവർ. നിങ്ങളാണ് പണിയെടുക്കുന്നവർ. നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് പ്രേക്ഷകർ കൈയടിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുറവ് വരുത്താൻ ചേട്ടൻ സമ്മതിക്കൂല. പറയല്ലേ, ദേവി അടുത്ത ഷെഡ്യൂളോട്ട് മക്കളെ, ആര് പറഞ്ഞാലും മക്കളെ നീ കഴിക്കണം. അത് പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും അതിൽ തിരിഞ്ഞു പോകരുത്. കാരണം നമ്മളെ ചുറ്റും ആര് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കരുത്. നമുക്ക് എന്ത് ഇഷ്ടം, നമുക്ക് എന്ത് സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്തിരിക്കണം കേട്ടാ. അപ്പം 2-3 കാര്യങ്ങൾ പറയുന്നതിനോട് ഒരു കാര്യം എടുത്തു പറയണം. ഈ ഇടിക്കുന്ന സമയത്ത് സൈന്ധവിന്, ദേവി ഇടിക്കുന്ന സമയത്ത് നിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അത് ആ ഇടി നമ്മൾ എൻജോയ് ചെയ്യുന്നു, ഒപ്പം ഇതും കാണുന്നു. ഗംഭീരമായിരുന്നു മക്കളെ. ഓൾ ദ ബെസ്റ്റ്. മക്കളെ ഉഗ്രനായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം നിങ്ങളെ ഇതുപോലെ കണ്ടിട്ട് കുറച്ച് എപ്പിസോഡായി അല്ലേ. കാരണം നമ്മൾ പറയാറുണ്ട് പെർഫോമൻസ് നല്ലതാണ്, പക്ഷേ തമാശകൾ ഉണ്ടാവാറില്ല എന്നുള്ളത്. പക്ഷേ ഇത് പെർഫോമൻസും അടിപൊളിയാണ്, നിറച്ച് കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു സമയപരിധി ഉണ്ടല്ലോ, ഇത്ര സമയമൊന്നും ഉണ്ടല്ലോ, അത് കുറച്ച് കുറഞ്ഞു പോയി. അത് വിഷയമാക്കണം. കാരണം എഴുതി തന്നവർ ആയിരിക്കുമല്ലോ അങ്ങനെയല്ലോ പ്രശ്നം. പക്ഷെ നമ്മളീ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഗ്രൂമേഴ്സ് ശരിക്കും എടുത്തിട്ടുണ്ട്. കാരണം കോമഡികൾ കുറവുണ്ടായിരുന്നു, പക്ഷെ അവരതങ്ങ് നികത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രസമായിരുന്നു. കാരണം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ ഒരു സിനിമയുണ്ട്, ഞാൻ കുറേ കണ്ട സിനിമ. അതിനകത്ത് ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്, പാർവതിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടിക്കാം. പക്ഷെ അതൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ്. സിനിമാ നടന്മാരും വലിയ ആൾക്കാർ സ്കിറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര പെർഫെക്ഷനായിട്ട് ഇത്ര ചെറിയ പിള്ളേർ ചെയ്ത് ബലിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ. ഭയങ്കര രസമുണ്ട്. കാരണം വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ
ഇപ്പോഴത്തെ റീസെൻ്റ്ലി സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ പ്രേമമൊക്കെ ശരിക്കും അറ്റാക്ക് ചെയ്ത് തന്നെ ഉണ്ടാക്കണം അല്ലേ? അതെ, 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 അതെ. അതിനകത്തൊന്നും പോകാതെ ആ പഴയ ശൈലി, നമുക്ക് പ്രേമമാണ്, നമുക്ക് സ്നേഹമാണ്, ആ പെണ്ണിനെ നമ്മളെ നല്ല മനസ്സ് തുറന്ന് കാണിച്ചിട്ട് അവളെ കൊണ്ട് പ്രേമിപ്പിക്കുക, അതൊക്കെ ആയിരുന്നു പണ്ട് നടന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് വിട്ടാക്ക്, അത് പോട്ടെ. പക്ഷേ ഇത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടാ. അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ട് ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പുതിയ സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നതും അതും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആരിതത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിറവലി നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല. ആരിതത്തിന് അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഒരു വിറവൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് സ്പോട്ടിൽ വന്നാണ് അത്. ആണോ? അയ്യോ, അടിപൊളി. ഈ സ്വല്പം കുറഞ്ഞു പോയത് കാരണം നിങ്ങളെ കാണുമ്പോൾ കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മറഞ്ഞു പോയപ്പോൾ ഒരു സന്തോഷക്കുറവ്. അപ്പോൾ ആ ഒരു ദൈർഘ്യം കുറച്ചും കൂടി കൂട്ടാൻ പറയണം കേട്ടോ അവരോട്. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കിടുക്കം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എന്റെ വീടിന്റെ പണി തുടങ്ങി, ഇവിടുന്ന് വന്ന പണി തുടങ്ങി, തറക്കല്ലിട്ടു. അപ്പൊ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൽ വന്നിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്തു. അത് നമ്മുടെ ഏറ്റവും അധികം സപ്പോർട്ട് ഫ്ലവേഴ്സിൽ നിന്നുണ്ടായി അല്ലേ? അതിന് സന്തോഷമുണ്ട്. അത് കേൾക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. അത് തന്നെയല്ല, നമ്മൾ ഇത് ചോദിച്ചിട്ടല്ല സൈന്ധവ് പറഞ്ഞത്. അതെ, നമ്മ ചോദിക്കാതെ തന്നെ എൻ്റെ വീട് ഇത്ര ആയിട്ടാ എന്ന് പറയുന്ന ഒരു മനസ്സ്, അത് നല്ലൊരു കലാകാരൻ്റെ രക്ഷപ്പെട്ടത്. അതാ നമ്മുടെ ഐറ്റം വേറെ ചെയ്യുന്നൊരു നേട്ടം തന്നെയാണ്. ഒരുപാട് കലാകാരന്മാർക്ക് ഇങ്ങനെ നമ്മൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് ഏറ്റവും അധികം സന്തോഷമാണ് അത്തരത്തിലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിലും. പിന്നെ ഇപ്പോൾ ഈ സൈന്ധവൊക്കെ പറയുന്ന പോലെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ? ഒരു വീട് പണി തുടങ്ങാൻ പോകുന്നു, അത് തുടങ്ങി, അതിനുശേഷം ഞങ്ങളെല്ലാം കൂടെ ഒരു വരവുണ്ട്. വീടൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു വരവുണ്ട് അവിടെ. അപ്പൊ നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ, സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേക റൂം വല്ലതും ഉണ്ടോ? അതോ അങ്ങനൊന്നും ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെ പോകുന്നു. ഓക്കെ, അപ്പം 3 പേര് നല്ല മിടുക്കരായിട്ട് പെർഫോം ചെയ്തു. ഇനി മാർക്കിലേക്ക് കിടക്കാം. അപ്പം ബിജുക്കുട്ടാ, മാർക്ക് ഞാനൊരു 13,000 രൂപ കൊടുക്കാം. ഈ കല്യാണം കഴിക്കാത്ത പയ്യന്മാരുടെ വിഷമവും ചോദ്യങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മെൻഷൻ ചെയ്ത് ഓർമ്മിക്കരുത്. അത് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാനൊരു 14,000 രൂപ തരും. അപ്പം മൊത്തം 27,000 രൂപയായി. ഇനിയിപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തരികയാണ്. സമയദൈർഘ്യം ഉണ്ടായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ബേസിലാണ് 50,000 രൂപ കിട്ടുന്നത്. ഹാപ്പി അല്ലേ 3 പേരും? അപ്പൊ ഇനിയും നല്ല ചുണക്കുട്ടികളുമായിട്ട് വന്ന് പെർഫോം ചെയ്യുക, അടിച്ചു പൊളിച്ച് സ്കോർ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. ഓക്കെ, അടിപൊളി. ബിജുക്കുട്ട, മണിക്കൂട്ട, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയമായി. പൊന്നാനിക്കാരെ, പൊളിച്ചില്ലേ നമ്മള്? പൊളിച്ചെങ്കിൽ ഒരു ഉഗ്രം കൈഡിയതാ. ഹാപ്പി അല്ലേ? ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫുൾ എപ്പിസോഡ്. അതിന് ഇവർക്ക് നമ്മളൊരു സ്പെഷ്യൽ ഗൈഡ് തരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കാണുമ്പോഴേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്.